हरि ओम। रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पतये नमः। हरि ओम। അങ്ങനെ നമ്മുടെ 2004 രാമായണ മാസം എത്തിക്കഴിഞ്ഞു. ഒന്നാം ദിവസത്തെ പാരായണത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു വളരെ വിശിഷ്ട വ്യക്തിയാണ് അനുഗ്രഹ പ്രഭാഷണത്തിന് എത്തിയിരിക്കുന്നത്. ചെറിയൊരു പരിചയം. വീട് പെരുമ്പാവൂർ, കേരള ഗവൺമെന്റ് പെൻഷനറാണ്. സംസ്കൃത പ്രതിഷ്ഠാനം ഗീതാ പ്രവേശ വിദ്യാർത്ഥിയാണ്. വാൽമീകി രാമായണം മൂലം, അതേപോലെ അധ്യാത്മക രാമായണം മൂലം, ഇത് രണ്ടും മലയാള ലിപിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഈ നമ്മുടെ ആദ്യ ദിവസ പാരായണത്തിലേക്ക് കൗസല്യക്കെ എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം. പ്രാർത്ഥനയ്ക്കായി ഞാൻ ഗിരിജാക്ക, സിന്ധു പ്രമോദക്ക, സോന അക്കയെ ക്ഷണിച്ചോളുന്നു. ഹരിയും. ഗജാനനം ഭൂതഗണാധിസേവിതം കവിദ്ധജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വിഘ്നേശ്വര പാദപങ്കജം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ സിദ്ധിർഭവതു മേ സദാ സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുദേവ മഹേശ്വരഃ ഗുരുദേവ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരബ്രഹ്മ ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ.
ശ്രീ ഗുരവേ ഓം. ഹരി ഓം. അടുത്തത് ദീപം തെളിയിച്ച് തുടർന്ന് അനുഗ്രഹ പ്രഭാഷണത്തായി കൗസല്യ രവി അക്കയെ ക്ഷണിച്ചോളും. വാമേ ഭൂമിസുത പുരസ്തു ഹനുമാൻ പശ്ചാത് സുമിത്രാസുത ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദലയോ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജ കോമളരുചിം രാമം ഭജേ ശ്യാമളം രാമം ഭജേ ശ്യാമളം ഹനുമാനഞ്ജനാസൂനു വായുപുത്രോ മഹാബല രാമേഷ്ട ഫൽഗുനസഖ പിംഗാക്ഷോമിത വിക്രമ ഉദതിക്രമണശൈവ സീതാശോകവിനാശന ലക്ഷ്മണ പ്രാണദാതാജ ദശഗ്രീവസ്യ ദർപ്പഃ. എല്ലാ സുമനസ്സുകൾക്കും നമസ്കാരം. ഇന്ന് കർക്കിടകം 1 നമ്മുടെ രാമായണ മാസാരംഭം. രാമായണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ എഴുത്തച്ഛനൊന്ന് നമസ്കരിക്കാം. ഒപ്പം തന്നെ ആധ്യാത്മരാമായണം മൂലം വ്യാസഭഗവാൻ രചിച്ചതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എഴുത്തച്ഛനും അദ്ദേഹത്തിന്റെ രാമായണത്തില് വ്യാസഭഗവാനെയും വാൽമീകിയെയും നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കും ഈ 2 ഗുരുക്കന്മാരെയും ഒന്ന് മനസ്സാ സ്മരിക്കാം. ഇന്നിപ്പോ നമ്മളെല്ലാവരും രാമായണം എന്ന ഒരു വലിയ ഗ്രന്ഥത്തിന്റെ മുമ്പില് ഇരിക്കുന്നു. ഇതിലേക്ക് നമ്മളെ നയിച്ച നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് ഈ സമയം ഒന്ന് ഓർക്കാം. ഈ രാമായണം എന്ന് പറയുന്നത് രാമയണം, ഋഗ്, സാമ, യജുർ, അഥർവണ വേദങ്ങളുടെ സാരമാണ്. അപ്പോ രാമായണം വായിച്ചിട്ടുണ്ടെങ്കിൽ സകല വേദങ്ങളുടെയും സാരം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ രാമായണം എന്ന് പറയുന്നത് രാമന്റെ അയനം, രാമന്റെ പാത, രാമന്റെ വഴി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അധ്യാത്മ രാമായണത്തിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ രമണാത് രാമഭ, നമ്മളെ രമിപ്പിക്കുന്നത് രാമൻ. രമിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാരാമനായിട്ട് അല്ലെങ്കിൽ ആത്മാവിൽ നമ്മളെ രമിപ്പിക്കുന്ന ആളാണ് ശ്രീരാമൻ എന്ന് പറയുന്നത്. വേദത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് കർമ്മകാണ്ഡമുണ്ട്, ജ്ഞാനകാണ്ഡമുണ്ട്. അത് ബ്രഹ്മമാകുന്ന ജ്ഞാനകാന്ഡം നമുക്ക് സാധിക്കുന്നത് അധ്യാത്മരാമായണത്തിലൂടെ ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങളിലൂടെ നമുക്ക് ആ ബ്രഹ്മം നേടാം. വാൽമീകി രാമായണം പറയുന്നത് ധർമ്മമാകുന്ന കർമ്മകാന്ഡം കൊണ്ടെടുക്കാൻ. അപ്പോ ധർമ്മം രണ്ടും നമ്മളെ എത്തിക്കുന്നത് ഒരേ മുക്തിപദത്തിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. അപ്പോ വാൽമീകി രാമായണം കർമ്മം വഴി അല്ലെങ്കിൽ ധർമ്മം നിർദ്ദേശിക്കുന്ന കർമ്മം ചെയ്തിട്ട് നമുക്ക് അവിടെ എത്തിക്കാം. രാമഗുണം വാൽമീകി രാമായണത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ രക്ഷിത ജീവലോകസ്യ ധർമ്മസ്യ ച പരിരക്ഷിത രക്ഷിത സ്വധർമ്മസ്യ സ്വജനസ്യ ച രക്ഷിക. ജീവലോകത്തിന്റെ ധർമ്മം രക്ഷിക്കപ്പെടുന്നു, ധർമ്മത്തെയും രക്ഷിക്കുന്നു, സ്വന്തം ധർമ്മത്തെയും രക്ഷിക്കുന്നു, സ്വജനങ്ങളുടെ ധർമ്മത്തെയും രക്ഷിക്കുന്നു. അങ്ങനെയാണ് രാമായണത്തിൽ രാമൻ തന്നെ പറയുന്നത്. വേദങ്ങളിൽ പറയുന്നതാണെങ്കിൽ ധർമ്മോ രക്ഷതി രക്ഷിത, അതായത് ധർമ്മത്തെ ചെയ്യുന്നവരെയും രക്ഷിക്കും, ധർമ്മത്തെയും രക്ഷിക്കും, ധർമ്മം ചെയ്യുന്നവരെ സഹായിക്കുന്നവരെയും ധർമ്മം രക്ഷിക്കും. അങ്ങനെ ധർമ്മം ആണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. നമ്മൾ ധർമ്മം എന്നൊക്കെ പറയുന്നുണ്ട്. ധർമ്മം എന്നുള്ളത് അനുഷ്ഠാനാണ്, സ്വഭാവമാണ്. അത് പറഞ്ഞു വെക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിച്ച് കാണിക്കേണ്ടതാണ്. അതിൽ മനുഷ്യന് കൊണ്ടെടുക്കാവുന്ന 3 ഗുണങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, രാവിലെ നമ്മളുടെ ഉള്ളിലുള്ള സത്യം, ദയ, ഇങ്ങനെ തുടങ്ങിയ ആത്മഗുണങ്ങള്. രണ്ടാമത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് സ്നാനം ചെയ്യുക,
നമ്മുടെ പ്രാതകർമ്മങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ആചാരമുണ്ട്. മൂന്നാമത്തേത് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരെയും ദേവന്മാരെയും ആരാധിക്കുക. ഈ 3 ഗുണങ്ങളും അനുസരിച്ചാൽ, അല്ലെങ്കിൽ തെറ്റാതെ എന്നും ക്രമമായിട്ട് അനുസരിച്ചാൽ നമുക്ക് മുക്തിയിലെത്താം എന്ന് രാമായണം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ രാമായണം എന്ന് പറയുന്നത് ഒരു പ്രപത്തി ശാസ്ത്രം. പ്രപത്തി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ശരണാഗതി തരും. ശരണാഗതി ബാലകാണ്ഡത്തിനകത്താണെങ്കിൽ ദേവന്മാര് ഭൂമിക്ക് ഭാരം വർദ്ധിച്ചു വന്നപ്പോൾ മഹാവിഷ്ണുവിന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട് ഭാരം കുറയ്ക്കണം. അങ്ങനെ ദേവന്മാര് ശരണാഗതി ആശ്രയിച്ചപ്പോ ശരണം കൊടുത്തു. അയോധ്യാകാണ്ഡത്തിലാണെങ്കിൽ ഭരതനാണ് ഞാനിതൊന്നും അറിഞ്ഞിട്ടല്ല കൗസല്യ മാതാവ് ഈ വനവാസം വന്നതും എനിക്ക് രാജ്യം തന്നു ഞാൻ അറിഞ്ഞിട്ടല്ല, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് ശ്രീരാമന്റെ അടുത്ത് കാനന്തി ചെന്ന് പറയുമ്പോൾ നിന്റെ കുഴപ്പമല്ല, അത് നീ ചെയ്യേണ്ടതാണ്, നമ്മൾ അച്ഛനെ അനുസരിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ അവിടെയും ആ ശരണാഗതി ഭരതന് കൊടുക്കുന്നുണ്ട്. പിന്നെ അരണ്യകാണ്ഡത്തിലാണെങ്കിൽ മഹർഷിമാരെല്ലാവരും പറയുന്നു ഞങ്ങൾക്ക് യാഗം തെറ്റിക്കുന്നു, ഹോമം തെറ്റിക്കുന്നു, അപ്പൊ ഇതൊക്കെ ഒന്ന് ഞങ്ങൾക്കും വേറെ ആശ്രയമില്ല, ആശ്രയം നീ തന്നെ എന്ന് പറയുന്നുണ്ട്. അവിടെയും ആശ്രയം കൊടുക്കുന്നുണ്ട്. കിഷ്കിന്ധാകാണ്ഡത്തിലാണെങ്കിൽ സുഗ്രീവനാണ്. സുഗ്രീവൻ സ്വന്തം ജ്യേഷ്ഠനിൽ നിന്ന് മാറ്റപ്പെട്ട് ജ്യേഷ്ഠൻ തള്ളിവിട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരനിയൻ, അതും വന്നിട്ട് ശ്രീരാമന്റെ പാദത്തിൽ നമസ്കരിക്കുമ്പോൾ സുഗ്രീവനെ രക്ഷിക്കുന്നുണ്ട്. പിന്നെ സുന്ദരകാണ്ഡത്തിനകത്താണെങ്കിൽ ആഞ്ജനേയനാണ്. ആഞ്ജനേയൻ എന്ന് പറഞ്ഞ ഭഗവാൻ ഭഗവാൻ തന്നെ ആയിട്ടാണ് ആഞ്ജനേയൻ ഇരിക്കുന്നത്. ആഞ്ജനേയൻ ഞാൻ വേറെ ആരുമല്ല, ഞാൻ നിന്നിൽ ഒട്ടി ചേർന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. എന്നാലും ശരണാഗതി കൊടുക്കുന്നുണ്ട്. നിന്റെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരുന്നു ആജീവനുള്ള ഭൂമിയിൽ രാമായണം ഉള്ളിടത്തോളം കാലം സ്വസ്ഥമായിട്ട് രാമനാമം പറഞ്ഞ് ജീവിച്ചോളൂ എന്ന് അനുഗ്രഹം കൊടുത്ത് അങ്ങനെ ശരണാഗതി കൊടുക്കുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിലാണെങ്കിൽ വിഭീഷണന്റെയാണ്. വിഭീഷണൻ ഇതുപോലെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് വേറെ ഗതിയില്ലാതെ ആശ്രയം തേടിയപ്പോൾ അവിടെയും ശരണാഗതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ശരണാഗതി കൊടുക്കുന്ന ഭഗവാൻ നമുക്കും ശരണാഗതി തരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെ ഒപ്പം തന്നെ രാമായണത്തിന് ഒരു അന്തമേ ഇല്ല. അത് നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ചോട്ടേ ഇരിക്കും, അതിനൊരു അവസാനം ഇല്ല. രാമായണത്തെ ഒരു പ്രാവശ്യം രാമായണം എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നമുക്ക് വിഷ്ണുപദം ലഭിക്കുന്നു എന്നാണ് അധ്യാത്മ രാമായണ മൂലത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ രാമായണത്തെ നമുക്ക് ശരണം പ്രാപിക്കാം. രാമം രാമാനുജം സീതാം ഭരതം ഭരതാനുജം സുഗ്രീവം വായുസൂനും ച പ്രണമാമി പുനഃ പുനഃ. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. നമുക്ക് പാരായണം ശ്രീരാമപാഠത്തിൽ അർപ്പിച്ചു തുടങ്ങും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ഹരി ഓം. ഹരി ഓം. അങ്ങനെ
അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കൗസല്യ രവിയക്കയ്ക്ക് നന്ദി പറയുന്നു. അടുത്തത് നമുക്ക് പാരായണം തുടങ്ങാം. അതിനായി സരോജിനി അക്ക, രമ അക്ക, ജയശ്രീ അക്ക, വാസ്തവണ്ണൻ, ശ്രീകുമാറണ്ണൻ ഇവരെ എല്ലാവരും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. സരോജിനി അക്ക. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക അനാരതമെന്നുട നാവുതന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുക. ഏണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ, വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ, പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോദ്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ, നാൻമകനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ, ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ, മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും, വാരിജ ശരാരാധി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനവാം സുസഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം ബന്ധിക്കുന്നേൻ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ, അജ്ഞാനിനാമാദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതനായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്ന് ആവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുർതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടാനാം പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ.
അഗ്രജൻ മമ സദാം വിദുഷാം അഗ്രേസരൻ മദ്ഗുരുനാഥൻ ഏകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴുക. രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടിൽ അത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു. ധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തൻ നാവിന്മേൽ വാണിടിനാൾ. വാണിടുക നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവൻ കൃപയാലേ. അധ്യാത്മപ്രദീപം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും ആസന്ധിത്തം ഇജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ. രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഗ്ധാബ്ധി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗ നിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഭാലലോചനം മുനിസിദ്ധദേവാതിസേവ്യം നീലലോകിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു. വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവ ശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോട് ആകാംക്ഷ പരവശചേതസ ചോദിക്കുന്നു. കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസ ഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാന ധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു. കേട്ടതു മൂലം സന്തോഷം അകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപതേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്നിരുവടി ഒഴിഞ്ഞില്ല അതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന്
മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ല ആരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവനാനന്ദനാദിനാഥൻ, ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം. ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ, വിരിഞ്ച നാരായണ ശിവാത്മകൻ, അദ്വയനാദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ, മാനുഷൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാ തമസ്സംവൃതമാകമൂലം. സീതാരാഘവമരുത്സൂനു സംവാദം മോക്ഷസാധനം ചൊൽവാൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. സീതാരാഘവമരുത്സൂന സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി കൊന്നു ദേവിയും അനുജനും വാനരയുമായി ചെയ്തു. സത്താമാത്ര മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണന തുല്യമാം ചരിതമണിലസതം ദേവിയായ പരമാനന്ദമൂർത്തി തിരുമുമ്പിലാ മാറുഭക്ത്യാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗത് പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി, നിന്നിലും എന്നിലുമുണ്ടല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ. നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കേണമിപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്ത പ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം
ജന്മനാശാദികളിലില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവദാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാം ഉള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ. എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായി കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രൂതയായി അടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കു യാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യ ശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു മുപ്പുരവൈരിയുടെ ശാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും പുക്കു 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു. മാതാവു കൈകേയിയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം പുക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു. ദണ്ഡമെന്നിയേ രക്ഷോ വംശത്തെയൊടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ. രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണക ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു. ഉന്നതനായകരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയൊടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണക പോയി രാവണനോടു ചൊന്നാൾ, മായയാ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷധൻ അവളുടെ പൂജയും കൈകൊണ്ടത മോക്ഷദാനവും ചെയ്തു. പൊക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു. ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യ വൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ
ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണന് അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിനഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ. യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വദ്ഭൃംഗാരാമൻ അച്യുതൻ. വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്കയില്ലൊരു നാളും. നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാ തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളവാച പുനരവനുമോടരുൾ ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികടോ. തേജോരൂപിണിയാകുമെന്നുടെ മായ തങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ. മൽഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയ രഹസ്യമിതൊരു നാളും തൽഭക്തിഹീനന്മാരായി മേവിടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതെടോ. പരമമുപദേശമില്ലിതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം. സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം. ഭക്തി പൂണ്ടനാരഥം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോം എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ
ആമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുക ഇല്ല സംശയമേതും. ഹരേ രാമ രാമ ഹനുമാൻജി കി ജയ്. ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തതു കേട്ടു പിന്നീടും ഭക്തിപൂർവമരുൾ ചെയ്തിതു ദേവി. മംഗളാത്മാവേ മമ ഭർത്താവേ ജഗൽപരേ ഗംഗാകാമുക പരമേശ്വര ദയാനിധി. പന്നഗ വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലും ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ. സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലല്ലോ. കിങ്കണന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാ കിംമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രീ. കേട്ടുകൊണ്ടുടന്നരുൾ ചെയ്തു വേദാവു ശതകോടി ഗന്ധവിസ്തരം പുരാവേദ സംഹിതമരുൾ ചെയ്തിതു രാമായണം. വാത്മീകി പുനരിരുപത്തുനാലായിരമായി നാൻമുഖ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണമിങ്ങു പേരിതിന് ഇതമധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. പങ്ക്തി കന്ധരമുഖ രാക്ഷസ വീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമി ദേവി. ഓ രൂപം പൂണ്ട ദേവതാപസഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ. വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്ന് വേദനം ചെയ്യുകയെന്നീ. മറ്റൊരു വഴിയില്ല സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ. ഭക്തിയോടെ ഭാവനയോടും പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു.
പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളോരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാമനോഹരം മന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ജനവത്സം പാദപങ്കജഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം മേരുസന്നിഭ കിരീടോദ്യൽ കുണ്ടലമുക്താഹാര കേയൂരാംഗത കടക കടിസൂത്ര വലയാങ്കുലീയ ഗാദ്യാഖില വിഭൂഷണ കലിത കളേബരം കമലാമനോഹരം കരുണാകരം കണ്ടു രമാനന്ദം സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ തുടങ്ങിനാൻ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സാധിക്കണമെങ്കിലോ ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാപതില്ല നിൻ തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്ം അന്തികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സലാ പോറ്റി സംസാരാമയ പരിതത്ത മാനസന്മാരാം പുംസാം ത്വൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും മരണമോർത്തു മമ മനസി പരിതാപം കരുണാമൃതനിധേ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണമുണ്ടാവാനായി തരികവരം നാഥ കരുണാകരാഭൂതി ശരണം ദേവ രമാരമണ ഹരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരചിന്മയ പരാപരാ പത്മാക്ഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനനനിധി സ്തുതി ചെയ്തോരു നേരം മധുരതര മതിവിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാൻ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലം അതു ചൊല്ലുകെന്നതു കേട്ടു സരസീരുഹഭവൻ ഈ വണ്ണമുണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ട് എന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ മദ്ദത്തവര ബലദർപ്പിതനായിട്ടതിനിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമല്ലോ
ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേക ശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തേടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൽ ധർമ്മവും മറഞ്ഞിതു ിന്നു മര്യാദയും. മത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമീ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലേണം ദയാനിധി. സന്തതം നമസ്കാരമതിഞ്ഞു മധുരിപൂ ചെന്തളിരടീണ ചിന്തിക്കായി വരേണമേ. സന്തതം നമസ്കാരം അതിനു മധുരിപൂ ചെന്തളിരടീണ ചിന്തിക്കായി വരേണമേ. ഹരേ നാരായണ. പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുൾ ചെയ്തേനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ദത്തമായതു വരം സുപ്രസന്നേനമായ തത്വശത്രു കർത്യവും ഉദ്യോഗമധ്യമേ. കശ്യപൻ ദശരഥരാം രാജേന്ദ്രനായി കശ്യപതലേ തിഷ്ഠതനാം വിധാതാവേ. തസ്യം വല്ലഭായ കുമുദി കൗസല്യം തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലേ വന്നു. ഏകാത്മാ ജഗകുലനാശകാരണിയായി മേദിനി തന്നിലയോജനയായി ഉണ്ടായി വരും. മാതിദേവന്മാർ കവിവീരന്മാരായി പിറക്കണം. മേദിനി ദേവിക്ക് അധികാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാ അരുൾ ചെയ്തത് നാഥൻ. വേദനായകനയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നു നേരം മാതിനായകൻ മറഞ്ഞിടിനോരാശു നോക്കി. ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൻ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവികളോടരുൾ ചെയ്താനേവം. ധനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസവരാധീശ്വരനായി. സാദരമധ്യയോ മയോധ്യയിലും വാസവാദികളായി നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം. മാനിയാം ദശാനന കൃത്യന്മാരാകും യാതു ദാനവീരന്മാരോട് യുദ്ധം ചെയ്യുവതിനോരോ കാനഗിരി ഭൂദ്വാരപുഷ്ടങ്ങൾ തോറും വാനരപ്രവന്മാരെയും വൈകിടാതെ സുഭദ്രാദികളോടും പത്മസംഭവൻ നിജ ഋതുശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും പൂക്കും സത്വരം ദരിദ്രരും മസ്തന്താപതി സ്വസ്ഥനായി മരുവിനാൻ. തൽക്കാലേ ഹരിപ്രഭുവന്മാരാം വിബുദ്ധന്മാരൊക്കവേ ഹരിരൂപധാരികളായല്ലോ. മനുഷ്യ ഹരി സഹയാത്രയായി മനുഷ്യ ഹരിസവമേധ വിക്രമത്തോടെ പർവ്വതവൃക്ഷോപലയോധികളായുന്നതും പർവ്വത തുല്യ ശരീരന്മാരായ നാരദം. ഈശ്വരം പ്രതീക്ഷ്യമാണന്മാരും പ്ലവദേശന്മാരും ഭൂവി സുഖിച്ചു വാണാരല്ലോ. അമിത ഗുണവാനാം നൃപതി ദശരഥ നവനമലമയോധ്യാപതി ധർമാത്മാം വീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമനജംഗസൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുഷക്കേറ്റം കൗശല്യമേറും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യം കൊണ്ട് പരിതാപേന ഗുരുചരണാംബുജം വന്ദനം ചെയ്ത് ചോദിച്ചിടാൻ എന്തു നല്ല നന്ദനന്മാരുണ്ടാവെന്നരുൾ ചെയ്തിടണം.
പുത്രന്മാരില്ലായെങ്കിൽ എനിക്ക് രാജ്യവും സമ്പത്ത് സർവ്വതും ദുഃഖപ്രദമെന്നറിഞ്ഞാലും. വരിഷ്ഠ തപോധൻ വസിഷ്ഠനത് കേട്ടു ചിരിച്ചു ദശരഥനോട് അവൾ ചെയ്തു, നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും, അത് നിനച്ചു ദുഃഖിക്കേണ്ട മനസ്സീ നരപതി വൈകാതെ വരുത്തുക. ശിഷ്യങ്ങനെ ഇപ്പോൾ ചെയ്തു നീ ഗുണനിധി പുത്രകാമേഷ്ടി കർമ്മം. തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലിയും പണി ചെയ്തു സരസു തീരത്തിങ്കൽ ഭൂലോകപതിയാകും ദീക്ഷിച്ചാൻ. അതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തിനായി. വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം രാഹുരിയാലെ വിശ്വദേവഗാണം തൃപ്തരായ നേരം ഹേമപാത്രസ്ഥനായി പായസത്തോടുകൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങി വന്നാൻ അഗ്നിദേവൻ താവകം. പുത്രീയമാപ്പായസം കൈകൊള്ളുക നീ ദേവനിർമ്മതം എന്നു പറഞ്ഞു. പാവകനും ഭൂപതി പ്രകരണം കൊടുത്തു മറഞ്ഞതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷിണാന്തശരൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തൊരു നിർവരൻ. ശൈതിരി നാം വാതി നൽകിനാൻ കൈകേകിക്കും. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവിദാനം തന്നുടെ വാതി കൊടുത്തിടിനാൻ മടിയാതെ. എന്നത് കണ്ട് പാതി കൊടുത്തു കൈകേകിയും. മന്നവനത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്ക് പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചതു മൂവരും അതുകാലം. അപ്പോഴേ തുടങ്ങി ശോണീന്ദ്രനാം ദശരഥൻ വിപ്രവേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷണാർത്ഥം ജപഹോമകർമാദികളും. മുത്പരാശികൾക്ക് അവസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നരേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള രാവണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്ക് ഭൂമിക്കു ദേവകൾക്കും അല്പമായി ചമഞ്ഞതു സന്താപം. ദിനംതോറും അല്പാഷിണികളാക്കും തട്ടിച്ചു തേജസറ്റം സാലികക്ഷണവും ചെയ്തു. കാമാന്തം ദാനങ്ങളും ചെയ്തതു നരവരൻ. ഹരേ നാരായണ. ഹരിയോ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവതിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്ഥൻ. ഉദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും. വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭുവനേശ്വരൻ വിഷ്ണുതന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം. സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രം. മുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദര ചുകുരവും അളക സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും. ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജഗതാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും. ഭക്തവത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു ഭാവന ശ്രീവത്സവും. കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുര മുഖമണ്ഡനങ്ങളും
ഇന്ദുമണ്ഡലവതനവും പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ട് ഉണ്ടായ ഒരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ ഇതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായി കൗസല്യാദേവി താനും വന്ദിച്ചു തിരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിന് എന്നു ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷോത്തമൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാകാരൻ നിർവികാരാത്മാദേവൻ നിർമ്മകൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്കളൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പത്മ മധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിപി സേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രനാലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നോട് ജഠരത്തിങ്ങി എങ്ങനെ വസിപ്പതിനെന്ത് കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു. മുക്തയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥം കുല സംസാര ദുഃഖാബുധവും നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നെ ബലത്തിനാൽ ഇന്ന് നിൻപാദാംഭോജം കാണാനും യോഗം വന്നു. തോൽക്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണമിക്കാണാകിയ രൂപം ദുഷ്കൃതം ഒടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മായയാലെ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവദേവേശ മറയ്ക്കണം മറ്റുള്ളോർ കാണും മുമ്പേ. ലാളനാശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധി. ഉത്വാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണ് വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സരൻ പുരുഷോത്തമനരുൾ ചെയ്തു. മാതാവേ ഭവതിക്കന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാനായി മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൾ നിങ്ങൾക്ക് തനയനായി മാനുഷരൂവേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മരി പുനര് അതു കാരണം ഇപ്പോൾ ഏവം ഭൂതകനായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളത് ഒന്നില്ലല്ലോ പിന്നെ ഒരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊള്ളുന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും. യാതൊരു മർത്യനിക നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയും ഉണ്ടാം.
ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ട് സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭ പൂണ്ട് സുന്ദരരൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂഢാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്ന് അവതാരം ചെയ്താൻ. ചന്ദ്രചൂഢാരവിന്ദാരമന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്ന് അവതാരം ചെയ്താൻ. ഭുവി വന്ന് അവതാരം ചെയ്താൻ. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീതിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം യതദ്ധി രാമായണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം അണ്ണ. ഹരി ഓം. അടുത്തത് ഇ വി നാരായണനെ ഇന്ന് വായിച്ച ഭാഗത്തിന്റെ സാരാംശം പറയാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. രാമായ രാമഭദ്രായ രാമഭദ്രായ വേദസേ രഘുരാമനാഥായ നാഥായ സീതായ പദേ നമഃ. ഇന്ന് ഇപ്പോൾ വായിച്ച ഭാഗത്തിന്റെ സംക്ഷിപ്തമായെങ്കിലും ഒരു സാരാംശം പറയാൻ സമയം മതിയാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത്രയും രാമായണത്തിന്റെ കഥ എല്ലാവർക്കും വളരെ പരിചയമുള്ള കഥയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് വിശേഷിച്ച് കഥയായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ നിന്നുള്ള ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. അതൊന്ന്, ആദ്യമായിട്ട് ഇത് കഥ രാമായണം തുടങ്ങുമ്പോൾ എഴുത്തച്ഛൻ പറയാണ് കിളിയെ കൊണ്ട്, നമ്മുടെ പൈങ്കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന തരത്തിലാണ് രാമായണത്തിന്റെ പ്രസന്റേഷൻ. എന്നിട്ട് അതിൽ പറയാണ് രാമായണത്തിന് അതിന്റെ പൂർവഭാഗം എങ്ങനെയാന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എഴുത്തച്ഛന്റെ ആ വളരെ വിനയം, താഴ്മയായിട്ടുള്ള പ്രസന്റേഷൻ, പിന്നെ ആ ഭക്തി, ഈ മൂന്ന് ഭാവങ്ങൾ വളരെ മുഴച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എഴുത്തച്ഛൻ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമായിട്ട് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ കാവ്യം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരോടും എഴുത്തച്ഛൻ നന്ദി പറയുന്നു. അത് ഒരാളല്ല, രണ്ടാളല്ല, എത്രയോ ഡസൻ കണക്കിന് ആൾക്കാരെ മുഴുവൻ നമിച്ച് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ തുടങ്ങുന്നത്. അപ്പോൾ അതില് സരസ്വതിയുണ്ട്, ഗണപതിയുണ്ട്, ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, വാൽമീകിയെ സ്തുതിക്കുന്നു, ശിവനെ സ്തുതിക്കുന്നു, പിന്നെ എല്ലാ കാരണഭൂതന്മാരായ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ മൊത്തമായിട്ട് വന്ദിക്കുന്നു. അങ്ങനെ വളരെ വളരെ എളിമയോടുകൂടി താഴ്മയോടുകൂടിയാണ് എഴുത്തച്ഛൻ ഇത് തുടങ്ങുന്നത്. അതില് ചില ഭാഗങ്ങൾ എത്ര അർത്ഥഗർഭമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ എഴുത്തച്ഛൻ ഒരു സംസ്കൃത പണ്ഡിതനാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രയോഗങ്ങൾ, ഉദാഹരണത്തിന് ഞാനൊരു വരി വായിക്കാം. എഴുത്തച്ഛൻ നന്ദി പറയുന്ന കൂട്ടത്തിൽ പറയാണ്, വിഷ്ണുജോത്ഭവ സുത നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. അത് വ്യാസന് നന്ദി പറയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വ്യാസനാണ് അധ്യാത്മരാമായണം ആദ്യം എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിൽ. എഴുത്തച്ഛൻ അതിന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ശൈലിയിൽ എഴുതിയതാണ്. അപ്പോ വിഷ്ണുജോത്ഭവൻ, വിഷ്ണുവിന് ഉത്ഭവിച്ചവൻ ആരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ സുതൻ ആരാണ്? വസിഷ്ഠൻ.
പിന്നെ നന്ദനൻ, സുതനന്ദനൻ. നന്ദനൻ ആരാണ്? പരാശരൻ. പിന്നെ പുത്രൻ, അതാണ് വ്യാസൻ. അപ്പൊ ഒരു വ്യാസനെ പറയാൻ വേണ്ടിയിട്ട് ഇത്രയും വളരെ ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ, ഇത് രാമായണത്തിൽ മുഴുവനുള്ള ഒരു പ്രയോഗമാണ്. എഴുത്തച്ഛൻ എഴുതുന്ന ആ ശൈലി അങ്ങനെ എല്ലായ്പ്പോഴും രാവണനായാലും ശ്രീരാമനായി കഴിഞ്ഞാലും ലക്ഷ്മണനൊക്കെ ആണെങ്കിലും എല്ലാവരും അച്ഛൻ, അമ്മ, അനുജൻ, അനുജത്തി, സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, ഈ തരത്തിൽ പറഞ്ഞിട്ടാണ് എഴുത്തച്ഛൻ അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിലൊരു സംശയമില്ല. ഒരു 2 പേര് ഇപ്പോൾ ഒരുപോലത്തെ പേരുള്ളവരുണ്ടെങ്കിൽ അത് കൃത്യമായി തിരിച്ചറിയാൻ മാത്രം എളുപ്പത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പ്രസന്റേഷന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം സംഭവങ്ങൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് കഥ പറയാണ്. അപ്പോഴേ അതില് എഴുത്തച്ഛൻ ആദ്യമായിട്ട് പറയുന്നത് ശിവനും പാർവതിയും കൂടിയുള്ള ഒരു സംവാദമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമാമഹേശ്വര സംവാദം എന്ന ഭാഗത്ത് പാർവതിക്ക് രാമചരിതം എന്ന് വെച്ച് കഴിഞ്ഞാല് രാമനെ പറ്റിയിട്ടുള്ള ആ ഒരു രഹസ്യം ഉണ്ടെന്ന് പാർവതി മനസ്സിലാക്കുന്നു. ആ രഹസ്യം എന്താണെന്ന് ശിവനോട് ചോദിക്കുകയാണ്. അപ്പൊ ശിവൻ പറയാണ്, നിനക്ക് എന്നോട് ഇത്രയും കാര്യങ്ങൾ ചോദിക്കാനുള്ള അറിവ് ഉണ്ടായല്ലോ, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. നീ ചോദിച്ചുകൊണ്ട് എനിക്ക് അത്യന്തം സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴേ പാർവതി പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കം മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപതേ, ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാൻ പാത്രമെങ്കിൽ. എളിമയോടുകൂടിയാണ് പാർവതി പറയുന്നത്, എനിക്കതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ എന്നോട് ഈ കഥ പറയണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു അഹങ്കാരത്തോടു കൂടി ഒരു കൽപ്പിക്കുകയല്ല, അല്ലെങ്കിൽ ഒരു സ്വന്തം ഭർത്താവിനോട് ഒരു നിർബന്ധം പിടിക്കുകയല്ല. എനിക്ക് ഈ പരമമായ സത്യം അറിയാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയും. അപ്പോഴേ ശിവൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ശ്രീരാമന്റെ ആ പരമമായ രഹസ്യം. ആ രഹസ്യം അതിന്റെ തുടക്കത്തിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗത് ഉത്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. ഇത് ഈ ശ്രീരാമനിൽ തന്നെ ഈ 3 ഭാവങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ്? ജഗത്തിന്റെ ഉത്ഭവം, പിന്നെ അതിന്റെ സ്ഥിതി, മൂന്നാമത് പ്രളയം. ഈ 3ഉം അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണുള്ള ആ ശ്ലോകമുള്ളത്. ജഗതുത്ഭവ സ്ഥിതി പ്രളയ കർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. ഈ 3 പേരും ഉൾക്കൊണ്ട് ഉള്ള ഒരാളാണ് ഈ ശ്രീരാമൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിന്റെ 3 ഭാവങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന്. പിന്നെ അതിനുശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും പരമാത്മാവിനെ പറ്റി നമ്മൾ ഭഗവത്ഗീതയിലും മറ്റും വർണ്ണിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങളാണ്. ഇതിലെന്താ പറയുന്നത് പറഞ്ഞാൽ ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞു. പിന്നെ അജൻ, ശ്രീരാമൻ, ഇത് ഇത് പരമേശ്വരനാണ് പറയുന്നത്. ശ്രീരാമൻ അജനാണ്. അജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കാത്തവൻ, ആദിയും അന്തവും ഇല്ലാത്തവൻ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അങ്ങനെ അജനാണ്. പിന്നെ അവ്യയനാണ്. അവ്യയൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണനാണ്, എല്ലാ അർത്ഥത്തിലും പൂർണ്ണനാണ്. പിന്നെ ആത്മാരാമനാണ്. ആത്മാരാമൻ എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒരു ആഗ്രഹവും ഇല്ലാതെ തന്നിൽ തന്നെ സ്വയം സംതൃപ്തി ഉള്ളവൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പല ദുഃഖങ്ങൾക്കും കാരണം ഡിസയർ അല്ലെങ്കിൽ ആഗ്രഹമാണ്. അപ്പോ ശ്രീരാമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിൽ തന്നെ ലയിച്ചവൻ, വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത് ആകണമെന്നോ അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഈ ആത്മാരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വന്തം തൃപ്തി മാത്രം ഉള്ള ഒരാൾ, വേറെ ഒന്നും വേണ്ട എന്നുള്ള ആഗ്രഹങ്ങളില്ലാത്തവൻ, സ്വന്തം കഴിവിൽ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തിൽ രമിക്കുന്നവൻ, അങ്ങനെയുള്ള ഒരാളാണ് ശ്രീരാമൻ. പിന്നെ അദ്വയം, രണ്ടല്ലാത്തവൻ. അതിന്റെ വ്യാകരണം അല്ലെങ്കിൽ അതിന്റെ ഭാഷ്യം അടുത്ത പറയാൻ ഞാൻ. അനാദ്യൻ, പിന്നെ അനാദ്യൻ, ആദ്യമായി ഉള്ളത്. അങ്ങനെ ഇതാണ് ശിവൻ ശ്രീരാമനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴ് സീതയ്ക്ക് ഇത്രയും കേട്ടപ്പോഴ്
സീതക്ക് വീണ്ടും കൂടുതൽ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നു. കാരണം ശ്രീരാമനെ പറ്റിയുള്ള ഈ രഹസ്യം പറഞ്ഞു കേട്ടപ്പോൾ ഈ കഥ മുഴുവൻ കേൾക്കണം എന്നുള്ള ഒരു അഭിവാഞ്ച അല്ലെങ്കിൽ ആഗ്രഹം പാർവതി പ്രകടിപ്പിക്കുന്നു. അപ്പൊ ശിവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന് വിസ്തരിച്ച് ഈ കഥ പറയാന്ന് പറഞ്ഞിട്ടാണ് രാമായണം പറയുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ അതിൽ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിസ്തരിച്ച് പറയുമ്പോൾ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതെ ഒരു വസ്തുവെന്ന് നിശ്ചയിച്ചാലുമുള്ള ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ. ഇതാണ് ആ രഹസ്യം. എന്താന്ന് പറഞ്ഞാല് നിശ്ചലം, നിശ്ചലം എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത് എന്ന് പറഞ്ഞാൽ സുദൃഢമായത്, പിന്നെ സർവോപാധി നിർമുക്തം, സത്താമാത്രം, സത്താമാത്രം പറഞ്ഞാൽ ചേതന മാത്രം, ശുദ്ധമായ ചേതന, പിന്നെ നിശ്ചയിച്ചാലുമുള്ള നിർമ്മലം, പിന്നെ കപടമായതോ അല്ലെങ്കിൽ മലിനമായതോ അല്ലാത്തത്, നിരഞ്ജനം, നിരഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പിന്റെ ഒരു ഭാഷമാണ് ഇവിടെ പറയുന്നത്. കറുപ്പ് എന്ന് പറഞ്ഞാൽ അജ്ഞത എന്നാണ് വരുന്നത്. അപ്പൊ അജ്ഞത ഇല്ല, നിരഞ്ജനം, അജ്ഞത ഇല്ലാത്ത ആള്. നിർഗുണം, കാരണം പ്രത്യേകിച്ചിട്ട് ഒരു നിർഗുണം സഗുണം എന്നുള്ളത് നമ്മൾ വായിച്ചതാണ്. അപ്പൊ നിർഗുണം, നിർവികാരം, നിർവികാരത്തിനെ പറ്റിയിട്ടും ഇതുപോലുള്ള കുറെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. പിന്നെ സന്മയം, ശാന്തം, പരമാത്മാനം, സദാനന്ദം, ഇതൊക്കെയാണ് ശ്രീരാമന്റെ ക്വാളിറ്റീസ് ആയിട്ട് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് മുമ്പിലോട്ട് പോകുമ്പോൾ ശ്രീരാമന്റെ ശരിയായ പരമരഹസ്യം എന്താണെന്ന് ശ്രീരാമൻ സീത ആദ്യം പറയാണ്. സീത ആരോട് വിളിച്ചിട്ട് പറയാണ്? ഹനുമാനോട് പറയാണ്. കാരണം ഈ കഥയിൽ ശിവൻ പാർവതിയോട് കഥ പറയുമ്പോൾ ശരിയായിട്ട് ഇവിടെ ലങ്കായുദ്ധം കഴിഞ്ഞ്, രാമരാവണ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലെത്തിയിട്ട് അഭിഷേകമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ശ്രീരാമൻ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഹനുമാനെ വിളിച്ചിട്ട് സീതയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് ഹനുമാനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴേ ഹനുമാൻ ഇങ്ങനെ ഭക്തിപൂർവ്വം കൈകൂപ്പി നിൽക്കുകയാണ്. അപ്പൊ സീത പറഞ്ഞു, എനിക്കറിയാം. അപ്പോഴേ അവിടെ വെച്ചിട്ട് ഹനുമാനോട് സീത പറയുന്ന കഥയാണ് രാമനെ പറ്റിയിട്ടുള്ള കഥ. അതിലാണ് ഈ പറഞ്ഞ പരമരഹസ്യം, ആദ്യത്തെ ഭാഗത്ത് പറയുന്ന ഈ പരമരഹസ്യം പറയുന്നത്. ഇതിൽ ആദ്യം സീതയുടെ കഥ പറയും, ഞാൻ ആരാണെന്നുള്ള ഒരു കഥ പറയും. ശ്രീരാമനെ പറ്റിയിട്ട് പറയുന്ന ഭാഗത്തിൽ പറയും, നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർഭിതൻ ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും ശ്രീരാമൻ ഒന്നും ചെയ്യില്ല. നിർമ്മലൻ, പരിണാമഹീനൻ, ആനന്ദമൂർത്തി, ചിന്മയൻ, മായാമയൻ, തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. ഇതാണ് ആ രഹസ്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീരാമൻ പരമാത്മാവാണ്. ഞാനെന്ന മായയെ കൊണ്ട് ചെയ്യിക്കുന്ന ജോലികൾ മറ്റുള്ളവർക്ക് അത് ശ്രീരാമൻ അല്ലെങ്കിൽ ഭഗവാൻ ചെയ്യുന്നതാണെന്ന് തോന്നും. പക്ഷേ ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്നാണ് സീത പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീരാമൻ സ്വന്തമായിട്ട് ഈ തത്വം, പരമരഹസ്യം പറഞ്ഞു കൊടുക്കും. അതിന്റെ വിസ്തരിച്ച ശ്ലോകം ഇതാണ്: പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചയിൽ കാണുന്നതു ജീവാത്മാവറികടോ, തേജോരൂപിണിയാകാമെന്നുടെ മായതെങ്കിൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവര. ഹനുമാനോട് പറയുന്ന വരികളാണിത്. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മസാക്ഷിയായുള്ള ബിംബം നിശ്ചലം അതു സഖേ. തത്വമസ്വാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ഇതാണ് ആ രഹസ്യം. എന്താ രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീരാമൻ പറയാണ്, പരമാത്മാവെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാത്മാവിന്റെ
ഒരു പ്രതിബിംബമാണ് നിങ്ങൾ മായയായിട്ട് കാണുന്നത്, ജീവാത്മാവെന്ന് കരുതുന്നതെന്നാണ് പറയുന്നത്. ഓരോരാളും അവരവരുടെ ജീവാത്മാവായിട്ട് കാണുന്നത് ഈ പരമാത്മാവിന്റെ ഒരു പ്രതിബിംബം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് നിങ്ങളുടെ തന്നെ ഉള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അദ്വയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീ അതാകുന്നു. തത്വമസി എന്നുള്ള വാക്ക് അർത്ഥവാക്യം, നീ അതാണ്. പക്ഷെ ഈ വസ്തുത നീ മനസ്സിലാക്കുന്നില്ല. മായയാവുന്ന കണ്ണാടിയിൽ കാണുന്ന ഒരു പ്രതിബിംബത്തിനെയാണ് നീ ജീവാത്മാവ് എന്നും പറഞ്ഞിട്ട് ആരാധിക്കുന്നത്. നേരെ മറിച്ച് അത് ഞാനാകുന്നു. ഇതാണ് ആ തത്വം. അപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരോ ജലാശയകേതലം മഹാകാശം നേരെ നീ കാൺമീലയോ, കണ്ടാലും അതുപോലെ. ഒരു മഹാ ആകാശത്തിന്റെ പ്രതിബിംബം ഭൂമിയിൽ കിടക്കുന്ന പല ജലാശയങ്ങളിൽ കാണുന്നത് പോലെ ഓരോ ഭാഗത്ത് കാണുന്ന ജലാശയങ്ങളിൽ പ്രതിബിംബിക്കുന്ന ആ ആകാശത്തിന്റെ കാഴ്ച കണ്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ് ഇതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ്. ഈ ജലാശയത്തിൽ കാണുന്ന ആകാശം ഇത് വേറെയാണ്. കാരണം തൊട്ടടുത്ത ജലാശയത്തിൽ കാണുന്ന പ്രതിബിംബം അതുപോലെയല്ല. പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മഹാ ആകാശത്തിന്റെ പ്രതിഫലനം മാത്രമാണ് ഓരോ തടാകത്തിലും അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലും കാണുന്നത്. അതുപോലെ പരമാത്മാവിന്റെ ആ ബിംബം നമ്മുടെ മനസ്സിലുള്ള മായയാവുന്ന കണ്ണാടിയിൽ കണ്ടിട്ട് നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ട് നമ്മൾ ജീവാത്മാവാണെന്ന് പറയുന്നതാണ്. പക്ഷെ അതല്ല. ഈ സത്യം കണ്ടറിയുന്നവൻ പിന്നെ എന്നെ മറക്കില്ല, ഞാൻ എന്ന ആ സത്യത്തെ മറക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇത് ആർക്കൊക്കെ ഇത് അർഹിക്കാൻ പറ്റും എന്നുള്ള കൂടെ ഒരു വിചാരണ നടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവസാന കാലത്ത് എന്നെ വിളിക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് വിദ്യാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ അറിവ് കൊണ്ട് എൻ്റെ സത്യം മനസ്സിലാക്കി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കും, അല്ലെങ്കിൽ എന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ശ്രീരാമൻ പറയുന്നത്. അതും ഇതിന്റെ കൂടെ ഒക്കവേ നശിച്ചു പോവെന്ന് അരുൾ ചെയ്തു രാമൻ മർക്കര പ്രവരനോടെന്നത് സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്ഥേയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്ര അല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇതാണ് ആ വരികൾ. എന്ന് വെച്ച് കഴിഞ്ഞാല് ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി, അന്യരുടെ സ്ത്രീജനങ്ങളെ അപഹരിക്കുന്നവൻ, പാപി, മാതൃഘാതകൻ, സ്വന്തം മാതാവിനെ കൊല്ലുന്നവൻ, അച്ഛനെ കൊല്ലുന്നവൻ, ബ്രഹ്മഹന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണരെ അല്ലെങ്കിൽ ബ്രഹ്മത്വമുള്ളവരെ വധിക്കുന്നവൻ, സുവർണസ്ഥേയി എന്ന് വെച്ചാൽ സ്വർണം മോഷ്ടിക്കുന്നവൻ, ദുഷ്ടൻ, ലോകനിന്ദിതൻ, ഏറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകയെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ കൂടി രാമനാമത്തെ ജപിക്കുകയിൽ ദേവകൾ ആമോദപൂർവം പൂജനായി വരുമത്രേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ദേവസ്ഥാനം അല്ലെങ്കിൽ എല്ലാവരുടെയും ആരാധ്യനായി വരും എന്ന് വെച്ചാൽ എന്നിലേക്ക് എത്തപ്പെടും എന്നാണ് ശ്രീരാമൻ പറയുന്നത്. ഇത് യോഗീന്ദ്രന്മാർക്ക് പോലും കിട്ടാത്ത ഒരവസ്ഥയാണെന്നാണ് പറയുന്നത്. ശരിയായ ഭക്തി, ഇത് എഴുത്തച്ഛൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം നമ്മളൊക്കെ രാമായണം വായിക്കുന്നുണ്ട്, എല്ലാ വർഷവും വായിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇത് വായനയും അധ്യയനവുമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. നമ്മളിപ്പോഴേ പലപ്പോഴും പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു അധ്യയനമായി മാറ്റുമ്പോഴാണ് അതിന്റെ ശരിയായ സാരാംശം നമുക്ക് മനസ്സിലാവുന്നത്.
അധ്യയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ച് മനസ്സിലാക്കി ഒരു അറിവുണ്ടാക്കുക. അപ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാ വെറുതെ വായിച്ചു പോയത് കൊണ്ട് ഇത് കാര്യമില്ല, പാടിപ്പോയത് കൊണ്ട് കാര്യമില്ല. അപ്പൊ എഴുത്തച്ഛൻ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഇത് അധ്യയനം ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ശ്രീരാമന്റെ ഈ പരമ രഹസ്യം മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ശ്രീരാമന്റെ നാമം ചൊല്ലുന്നത് കൊണ്ട് മാത്രം ഒരാൾ സായുജ്യം അല്ലെങ്കിൽ കൈവല്യം പ്രാപിക്കാൻ വകയില്ല. കാരണം നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി ജ്ഞാനത്തോടു കൂടി, ഭക്തിയോടുകൂടി, യഥാർത്ഥ ഭക്തിയോടുകൂടി മാത്രം ശ്രീരാമ സേവ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ശ്രീരാമ സ്വാമിയുടെ കടാക്ഷം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് ആവർത്തിച്ച് പറയുന്നു. അപ്പൊ ഇത് കൂടുതൽ ബാക്കിയൊക്കെ രാമായണത്തിന്റെ സാധാരണയുള്ള കഥകളാണ്. ശിവൻ പാർവതിക്ക് കഥയെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതും പിന്നെ അതിനുശേഷം ശ്രീരാമന്റെ ജനനവും കൗസല്യാദേവിക്ക് വിഷ്ണു ഭഗവാനെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും അപ്പോൾ ശ്രീരാമൻ ആ അവതാരത്തിന്റെ രഹസ്യം കൗസല്യയോട് പറയുന്നതും ഇത്രയൊക്കെയാണ് ബാക്കിയുള്ള കഥകൾ. അപ്പൊ അതിനെപ്പറ്റി കഥയെ പറ്റിയിട്ടൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഈ രണ്ട് മൂന്ന് ഈ പറഞ്ഞ പോലെ പരമരഹസ്യം എന്തായിരുന്നു എന്നുള്ളത് പിന്നെ വളരെ നമുക്ക് കാര്യമായിട്ട് അത് മനസ്സിലാക്കി പറ്റിക്കഴിഞ്ഞാൽ തന്നെ രാമായണത്തിനെ പറ്റിയിട്ടുള്ള ഒരു ശരിയായ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഈ വായനയുടെ വെറും വായനയല്ല, നമ്മൾ ചെയ്യേണ്ടത് പാരായണമാണ് അല്ലെങ്കിൽ അധ്യയനമാണ്. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ മാത്രം മനസ്സിലാക്കി അതിന്റെ വ്യാഖ്യാനം കഴിയുന്നതും നമുക്ക് കൂടുതൽ അറിവുള്ളവരിൽ നിന്ന് അതിന്റെ വ്യാഖ്യാനം കേട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് രാമായണത്തിനെ പറ്റി നല്ലൊരു ബോധം ഉണ്ടാവും. ഇതിനെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പവിത്രവും ഗുഹ്യവുമായ തത്വം എന്നാണ് പറയുന്നത്. രാമായണത്തിന്റെ രഹസ്യം പവിത്രമാണ്, ഗുഹ്യമാണ്. ഗുഹ്യം എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീരാമൻ പറയുന്നത് ഞാൻ കേവലം ഈ പരമാത്മാവിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നതാണ് കൈവല്യം. ഈ കൈവല്യം നമ്മൾ മോക്ഷം എന്ന് പറഞ്ഞ് നടക്കുന്നത് വേറെ ഒന്നുമല്ല. ഞാനാണ് ഈ പരമാത്മാവ്, അല്ലെങ്കിൽ ഞാനും പരമാത്മാവും ഒന്നാണെന്നുള്ള ആ ബോധ്യം, ആ അറിവ് തന്നെയാണ് ഒരാളുടെ കൈവല്യം. ഭക്തിയില്ലാത്തവരോട് ഇത് പറഞ്ഞിട്ട് ഫലമില്ലെന്നും പറയുന്നു. ഈ ആത്മവിദ്യ പവിത്രം, ഇതിനപ്പുറം ഒന്നും അറിയാനില്ല എന്നും പറയുന്നു. ഈ തത്വം നിരന്തരം പഠിക്കുന്നവർ മുക്തനാകും. ആത്മാർത്ഥമായ ഭക്തിയോടെ ഈ തത്വം മനസ്സിലാക്കിയാൽ ഏത് ദുഷ്ടനും മുക്തി കിട്ടുമെന്നും കൂടെ പറയുന്നുണ്ട്. അതാണ് നേരത്തെ വായിച്ച ഇത്. ഇനി അഥവാ തെറ്റായ വഴികളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവസാന കാലത്തെങ്കിലും ഈ ഭക്തിയോടുകൂടി ഈ സത്യം മനസ്സിലാക്കി, ഈ പരമരഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുക്തി കിട്ടും. ഇത്രയും പറഞ്ഞ് ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുന്നു. ഹരി ഓം. പ്രിയമണ്ണ, അങ്ങനെ നമ്മുടെ ആദ്യ ദിവസത്തെ പാരായണം വളരെ ഭംഗിയായി നടന്നിരിക്കുന്നു. അപ്പൊ ഇതില് നമ്മുടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കൗസല്യ രവി അക്കയ്ക്ക് നന്ദി പറയുന്നു. അതേപോലെ ഇന്ന് പ്രാർത്ഥന നടത്തിയ ഗിരിജ അക്ക, സിന്ധു പ്രമോദ് അക്ക, സോന അക്ക, പാരായണം ചെയ്ത സരോജിനി അക്ക, രമ അക്ക, ജയശ്രീ കെ അക്ക, വാസുദേവണ്ണൻ, ശ്രീകുമാരണ്ണനും, പിന്നെ സാരാംശം പറഞ്ഞ ഇ വി നാരായണനും, അതേപോലെ ഈ പ്രാവശ്യത്തെ രാമായണ പാരായണം കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രമുഖ് ഗിരിജ അക്കയ്ക്കും. ഇതിൽ വളരെ നല്ലതായിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ രാമനും ലക്ഷ്മണനും സീതയൊക്കെ ഉള്ള നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ നമ്മൾ ഇന്ന് തുടങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും സമിതിയുടെ പേരിലും എൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ പാരായണം ശാന്തി മന്ത്രം ചൊല്ലി പൂർണ്ണമാക്കാം. എല്ലാവരും നേരെ ഇരിക്കാം. നമസ്കാരസ്ഥിതി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.